നമസ്കാരം. പുന്നേക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന എത്തി. ഓടിച്ചു വിട്ടിട്ടും തിരികെ എത്തുന്നു എന്ന് നാട്ടുകാർ. ഭീതി പരത്തുന്നത് കുട്ടിയാന ഉൾപ്പെടുന്ന കൂട്ടം. കീരമ്പാറയിലെ ആന പ്രശ്നം കീറാമുട്ടിയായി. വട്ടം ചുറ്റി വനം വകുപ്പ്. നിലവിൽ ഒരു കുട്ടിയാന ഉൾപ്പെടെ 4 ആനകൾ ഉൾപ്പെടുന്ന കൂട്ടം പ്ലാന്റേഷനിലെ ഉൾവനമേഖലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഓടിച്ചു വിട്ടാലും ഈ ആനക്കൂട്ടം താമസിയാതെ പ്ലാന്റേഷനിലേക്ക് തിരികെ എത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയിലും പുന്നേക്കാടിന് സമീപം പാതയോരത്ത് ആന എത്തിയിരുന്നു. നാട്ടുകാരുടെ ഭീതി അകറ്റാനും ആനക്കൂട്ടത്തെ തുരത്താനും എല്ലാ വഴിക്കും ശ്രമം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പ്ലാന്റേഷനിൽ തമ്പടിച്ചിട്ടുള്ള ആനകളുടെ എണ്ണം സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് വനംവകുപ്പ് തുടരുന്നതെന്നും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആരോപിച്ചു. ആനകളുടെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും സംയുക്തമായി എടുത്ത തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആനകൾ എത്തിത്തുടങ്ങിയതോടെ മേഖലയിൽ രാത്രിയിലും പകലും വനംവകുപ്പ് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കോതമംഗലം തട്ടേക്കാട് പാതയിൽ കോതമംഗലത്ത് നിന്നും 8 കിലോമീറ്ററോളം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് പുന്നേക്കാട്. പുന്നേക്കാട് പ്ലാന്റേഷൻ്റെ അതിർത്തി പ്രദേശമായ പുരയിടങ്ങളിൽ ഇതിനകം നിരവധി തവണ ആനകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 സമീപ പ്രദേശമായ കളപ്പാറയിൽ സ്കൂട്ടർ യാത്രക്കാരന് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മുൻ റവന്യൂ വകുപ്പ് ജീവനക്കാരനെ കപ്പിലാമൂട്ടിൽ സജിക്കാണ് സാരമായി പരിക്കേറ്റത്. തുമ്പിക്കൈകൊണ്ടുള്ള അടിയേറ്റതിനെ തുടർന്ന് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് സജിയുടെ വെളിപ്പെടുത്തൽ. പുന്നേക്കാട് തട്ടേക്കാട് പാതയിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള 4 കിലോമീറ്ററോളം ദൂരം വനമേഖലയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ഈ പാതയിൽ വാഹനയാത്രക്കാർ ആനയ്ക്ക് മുന്നിൽ അകപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളും നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് പാതയോരങ്ങളിലെ കാട് വെട്ടിത്തെളിച്ചിരുന്നു. ആനകൾ പുഴ കടന്നെത്തുന്നത് തടയാൻ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ട്രെഞ്ച് താഴ്ത്തുക മാത്രമാണ് പോംവഴി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ട്രെഞ്ച് താഴ്ത്താൻ വനം വകുപ്പിന് കാര്യമായ താല്പര്യമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. ഫെൻസിങ്ങിനെ അപേക്ഷിച്ചുള്ള ഭാരിച്ച സാമ്പത്തിക ചെലവ് തന്നെയാണ് ഇതിന് കാരണം. ആനകൾ എത്തുന്നത് പതിവായതോടെ മേഖലയിൽ പരക്കെ ഭീതി വർദ്ധിച്ചിട്ടുണ്ട്.